ഓട്ടോ ചേട്ടന്മാരെ കൂടെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. എവിടെ പോണോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ എന്താ പറയുക, ഈ ബുക്ക് ചെയ്ത് പോകുന്നവരൊക്കെ സ്പെഷ്യലി കയ്യിൽ ക്യാമറയോ അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഊബർ ഓട്ടോ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. നമ്മുടെ ഊബർ ഓട്ടോ വന്ന് പുള്ളിക്ക് താല്പര്യമില്ലാഴിക പോലെ പുള്ളി കാണിച്ചിരുന്നു എത്രയാ പൈസ, എനിക്ക് ക്യാഷായിട്ട് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ റൂമിലോട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ജയ്പൂർ സീരീസിൽ 3rd എപ്പിസോഡാണിത്. നമ്മൾ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വൈകിട്ട് കയറി തിങ്കളാഴ്ച ഫുള്ള് ട്രെയിനിൽ, ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നമ്മളിപ്പോൾ ജയ്പൂരിലെത്തിയത്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, എന്നാലും ഇവിടെ ഒരു അത്യാവശ്യം നല്ല സുഖമുള്ള തണുപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ആണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ Airbnb വഴിയാണ് കേട്ടോ റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങളെല്ലാം റൂമിൽ ചെന്നിട്ട് കാണാം. സോ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത വീട്. Airbnbയിൽ ബുക്ക് ചെയ്തതാണ്. ഹായ്, നമ്മളിപ്പോൾ റൂമിൽ വന്നതേ ഉള്ളൂ. എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഒന്ന് കുളിക്കണം. 2 ദിവസം കുളിച്ചിട്ടില്ല. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ റൂമൊക്കെ കാണിക്കാം, നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്ന് കാണിക്കാം, എത്ര രൂപയായെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇനി കണ്ണാടി കൂടെ വെച്ചാൽ മതി. ഓ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ എന്താണ് ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുള്ളത്? അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ടാണ് ഞാൻ തല നനച്ചില്ല. ഞാൻ ഇവിടുത്തെ ഉള്ളത് തല നനയ്ക്കൂല, പിന്നെ 2-3 ദിവസം ട്രെയിനിലിരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടെ ഞാനങ്ങ് തല കഴുകി. ഇനിയിപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്കും എൻ്റെ ഔട്ട്ഫിറ്റും. ഇതാണ് നമ്മുടെ റൂം. നമ്മളായിട്ട് ഒന്ന് എഴുതാക്കിയതല്ല, അത് റൂം ഓക്കെ ആയിരുന്നു. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബെഡ്. ഇത് ആക്ച്വലി വീടായതുകൊണ്ട് അത്യാവശ്യം അടിപൊളി സെറ്റപ്പാണ്. നമുക്കൊരു ഹൗസ് ഫീലിംഗ്, നമ്മുടെ വീടിൻ്റെ ഫീലിംഗ് തന്നെ വരുന്നത്. ആൻറ്റിയും ഇവിടെ എല്ലാവരെയും ജി കൂട്ടിയാണ് വന്നത്. അപ്പോൾ ആൻറ്റിജിയും ഭയങ്കര പാവമായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് നോക്കാം. ഇനിയിപ്പം മേലിലെല്ലാവരും പട്ടം പറപ്പിക്കുന്നുണ്ട്. മോളെ അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞായിരുന്നു ആൻറ്റി. അപ്പോൾ നമുക്ക് അവിടെ പോയി. പിന്നെ ഇവിടെ ഒരു ബോബോ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് അവൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം നമുക്ക് റെൻ്റ് എടുക്കാൻ പോകാനായിട്ട്. നമ്മുടെ താഴത്തെ ആൻറ്റി പറഞ്ഞായിരുന്നു ആൻറ്റിയുടെ മക്കളെല്ലാം മേളിൽ പട്ടം പറപ്പിക്കുകയാണ്. ഇവിടുത്തെ ഫെസ്റ്റിവലാണല്ലോ മകരസംക്രാന്തി. അപ്പോൾ അതിന് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഭയങ്കര പട്ടം പറത്തിയും വീട് വൃത്തിയാക്കലും ഫുഡും പരിപാടിയൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് റെൻ്റലിന് വണ്ടി എടുക്കുന്ന എവിടെയാണെന്ന് നോക്കി വേണം പോകാൻ. ഇനി ഇവിടുന്ന് മെയിൻ റോഡിൽ പോകണം. गाड़ी रेंट में कहाँ मिलेगी? मेन रोड में मिल जाएगी. ओके, मेट्रो से जाओगे क्या? नहीं 2 व्हीलर पे. ഇവര് പറയുന്നത് വണ്ടി വാടകയ്ക്ക് കിട്ടത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് വണ്ടി വാടകയ്ക്ക് കിട്ടുന്നത്. പട്ടം പറക്കണുണ്ട്. എനിക്കും പട്ടം പറപ്പിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് പട്ടം പറപ്പിക്കാൻ അറിയത്തില്ല. നമ്മൾ ഓട്ടോയിൽ കയറി ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അവിടെ വണ്ടി റെന്റിന് കിട്ടുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം. 100 രൂപയാണ് ഓട്ടോ ചാർജ് പറയുന്നത്. ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞാൽ 10-50 രൂപയ്ക്ക് കൊണ്ടുവിടുന്നത്. പക്ഷേ ഒബ്വിയസ്ലി അവർ കൊണ്ടുവിടൂലല്ലോ. പിന്നെ നമ്മൾ ഓല നോക്കിയായിരുന്നു. ഓട്ടോ നോക്കിയപ്പോഴും 92-100 രൂപയ്ക്കാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വണ്ടി റെന്റൽ എടുക്കുന്നിടത്ത് എത്തി. ജയ്പൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് പുറകിലായിട്ടാണ് ഇത് വരുന്നത്. പെർ ഡേ 600 റുപ്പീസാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു 3 ദിവസത്തേക്കാണ് റെന്റൽ എടുത്തേക്കുന്നത്. ഇവര് വണ്ടിയുടെ കൂടെ 2 ഹെൽമെറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ വേണം എടുക്കാൻ. കാരണം ഫുള്ള് പോയിരിക്കുന്ന വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പം നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ വേണം വണ്ടി എടുക്കാനായിട്ട്. ഇതെല്ലാം ഒരഞ്ഞ് തേഞ്ഞ് ഇരിക്കുന്ന വണ്ടിയാണല്ലോ ദൈവമേ. ഭയ്യ ഓപ്പൺ വാല മിലേഗാ ഹെൽമെറ്റ്, എൻ്റെ മേക്കപ്പ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ റെസ്റ്റ് എടുത്ത് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോവാണ്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇവിടെ ആരും സിഗ്നലും കാര്യങ്ങളൊന്നും പോകൂല ഗൈസ്. ഇവിടെ ഈ കൈറ്റ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട്
ഇഷ്ടം പോലെ പട്ടം റോഡിലൊക്കെയും പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദേഹത്ത് വന്ന് വീഴുകയും. ഇതിൻ്റെ നൂലെന്ന് പറയുന്നത് ഈ കുപ്പിച്ചില് തേച്ച് വെച്ചേക്കുന്ന നൂലാണ്. അപ്പം ഭയങ്കര റിസ്ക്കിയാണ്. നമ്മുടെ കഴുത്തിലൊക്കെ വന്ന് ഉടക്കി ഒരുപാട് പേരുടെ കഴുത്തൊക്കെ മുറിഞ്ഞ് മരിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി റിസ്ക്കിയാണ് നമുക്കിവിടെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ അമ്പലത്തിലെത്തി. അയ്യപ്പൻ അമ്പലമാണ് ഇത്. എൻ്റെ അമ്മ രാജസ്ഥാനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും വർഷവും എല്ലാ വർഷവും മണ്ഡലകാലത്തിൽ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ ജയ്പൂർ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഇവിടെ വരണം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ആൻറ്റിയുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കിഡിലൻ സദ്യയായിരുന്നു. പക്ഷെ തണുപ്പ് കാരണം എല്ലാം നല്ല തണുത്തുറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അരിക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം കഴിക്കുന്ന സാധനം ഇതാണ്. ഓഫ്, എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നറിയാവും. കേരളത്തിൽ നിന്ന് രാജസ്ഥാനിൽ വന്നിട്ട് കേരള സദ്യ കഴിക്കുക. എൻ്റെ മോനെ. സോ ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ എത്തി. ആൻറ്റി എനിക്ക് ചായ ഇടുക. വീടെടുക്കല്ലെന്ന് നല്ല തണുപ്പുണ്ട്. നമ്മള് ഇപ്പോ ആൽബർട്ട് ഹോൾ മ്യൂസിയത്തിൽ വന്നേക്കാണ്. നമ്മൾ തൽക്കാലം നൈറ്റിലുള്ള വ്യൂ കാണാനായിട്ടാണ് വന്നേക്കുന്നത്. അകത്തോട്ട് കയറുന്നില്ല, ഈ വ്യൂ ആസ്വദിക്കാൻ. നല്ല രസമാണ്, നല്ല രസമില്ല ഈ ഒരു മ്യൂസിയം കാണാനായിട്ട്. നമുക്ക് പകൽ ഇവിടെ വരാം, പക്ഷെ നൈറ്റ് എൻട്രി എനിക്ക് തോന്നുന്നില്ല. എൻട്രി ഉണ്ട്, ബട്ട് പ്രൈസും കൂടുതലാണ്. സെയിം സംഭവം തന്നെയാണ്. ഇവിടെ നൈറ്റ് ഷോസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുപ്പാ. ഗ്ലൗസ് വാങ്ങണം, ഗ്ലൗസ് ഇല്ലാണ്ട് നടക്കൂല. ഭയങ്കര തണുപ്പ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഉള്ളിലേക്ക് പോകുന്നില്ല, നമ്മൾ മോർണിംഗ് ടൈമിലേ പോകുന്നുള്ളൂ. ഒന്ന് ചാർജസ് കൂടുതലാണ് നൈറ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നതിന്. രണ്ട് അകത്ത് നൈറ്റ് പകലും കാണാൻ സെയിം സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ പുറത്തെ വ്യൂ കാണാൻ കിടിലണം, ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് വേറൊരു സാധനം ഞാൻ കണ്ടത്. ഇത്രയും ദൂരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ കാണിക്കാം. കാണുന്നുണ്ട് ഗൈസ്, നമുക്ക് അങ്ങോട്ടൂടെ ഒന്ന് പോയി നോക്കാം. അവിടെ എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് അങ്ങോട്ടൂടെ ഒന്ന് പോയി നോക്കാം. എൻ്റെ പ്ലാൻ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഹവാമഹലിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടൊന്ന് ചുമ്മാ കറങ്ങാൻ പോകാം എന്നായിരുന്നു. നമുക്ക് നോക്കാം. ഈ റൂട്ടാണെങ്കിൽ പൊളിക്കും, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ ഈ കണ്ട സാധനം ഇത് പിങ്ക് സിറ്റി കാർണിവൽ ആണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലെത്തി. നമ്മൾ വന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മകരസംക്രാന്തിയാണ്, കൈറ്റ് ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അതേപോലെ തന്നെ ഞാനിങ്ങനെ ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൈറ്റിൻ്റെ ഈ നൂല് വന്നിട്ട് കഴുത്തൊക്കെ മുറിയുന്ന സംഭവം. അയ്യോ, ഇന്ന് ഞാനത് കണ്ടു. നമ്മുടെ ദേഹത്തൊക്കെ നൂല് വന്ന് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് റിസ്കി ആയിരുന്നു ഇന്നത്തെ ദിവസം. കാരണം നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ റോഡുകൾ കാണുന്നത്, റോഡുകളിൽ കൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കൈറ്റും അതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. പിന്നെ നമുക്ക് അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും പുറത്ത് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ആകെ ആൽബർട്ട് മ്യൂസിയത്തിന് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഹവാമഹലിൽ ഇറങ്ങണം, പിന്നെ ജോഹർ ബസാർ അവിടെയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. നമുക്ക് ആ വഴി പോകാൻ പറ്റി, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല, കാരണം അതുപോലെ തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയില്ല. സോ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇന്നിനിയിപ്പോൾ നൈറ്റ് ഫുഡൊന്നും കഴിക്കുന്നില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നല്ലോ ചോറുണ്ടത് അമ്പലത്തിൽ പോയിട്ട്, അതുകൊണ്ട് നൈറ്റ് ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ജയ്പൂരിലെ വിശേഷമായി അടുത്ത എപ്പിസോഡ് എന്ന് വെച്ചാൽ നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ജയ്പൂരിലെ വിശേഷങ്ങൾ കാണാം. ഇവിടുത്തെ ഫോർട്ടിലും ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് അതിനെപ്പറ്റി വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.